താങ്കളോട് ജനാധിപത്യത്തെ പറ്റി ബാധിക്കാത്തത് തെരുവിലൂടെ കയ്യും വെട്ടും കാലും വെട്ടും നട്ടല് വെട്ടി കൊടികെട്ടും രാത്രി റോഡ് പണി മിന്നൽ സന്ദർശനവുമായി റിയാസ്. റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും റിയാസ്. ദേശീയപാതയിലെ ആണെങ്കിലും ഏത് റോഡിലെ ആണെങ്കിലും കുഴികൾ അടയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ വസ്തുതകൾ നിയമസഭയിൽ കൃത്യമായി പറയുക, സത്യസന്ധമായി പറയുക എന്നുള്ളത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആ റോഡിന്റെ ഒരു മെജോറിറ്റി ഭാഗവും ദേശീയപാത അതോറിറ്റിയുടെ കൈവശമാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം? സംസ്ഥാന സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിന് നേരിട്ട് അവിടെ കയറി ഈ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത ഭരണപരമായ പ്രശ്നം നിൽക്കുകയാണ്. അങ്ങനെയാണല്ലേ. കഴിഞ്ഞ വർഷം ഇതേ പ്രശ്നം ഉണ്ടായപ്പോഴും സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ മുഹമ്മദ് റിയാസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചു. ഇത് കുഴി ആരുടെ എന്നതിനേക്കാൾ പ്രശ്നം ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ള. പക്ഷെ ആ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന കാര്യവും സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്ന കാര്യവും വേർതിരിച്ച് നമുക്കെല്ലാം കാണാനും സ്വാഭാവികമായിട്ട് കഴിയണം. എല്ലാ റോഡും നന്നാകണം. റോഡ് ഏത് വകുപ്പിന്റേതെന്നോ ഏത് സർക്കാരിന്റെതെന്നോ ജനങ്ങൾക്കറിയണ്ട. റോഡ് നന്നാകണം. മുഹമ്മദ് റിയാസ് ആരംഭ ശൂരത്വത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ്. രാത്രി റോഡ് പണി മിന്നൽ സന്ദർശനവുമായി റിയാസ്. റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും റിയാസ്. ഇത് മനോരമയിൽ മാത്രം വന്നിട്ടുള്ള വാർത്തകളാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? തുടക്ക സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, PWD4U ആപ്പ്. കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇത്രയ്ക്ക് PR സംവിധാനമില്ലായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്ന അതേ ആപ്പിനെ തന്നെ പൊടി തട്ടി വീണ്ടും റീലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് PWD4U എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പിലൂടെ കേരളത്തിലെ ഏത് പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ ഉടനടി പരിഹാരം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആപ്പ് നിറയെ ഫോട്ടോ എത്തേണ്ടുന്ന സമയമായി. ഏതെങ്കിലും പരിഹാരം ഇവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, മുഹമ്മദ് റിയാസ് റോഡിലെ കുഴിയെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലോ. ഇത്രയും നാൾ അദ്ദേഹം PRDയുടെ വകുപ്പ് മന്ത്രിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. PR എക്സസൈസ് മാത്രമായിരുന്നു. അവിടെ നിന്ന് PRDയിൽ നിന്ന് ഇപ്പൊ PWDയിലേക്ക് എത്തിയതിനകത്ത് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിനി വിളിച്ചിട്ട് പറയുന്നു, റിയാസ് അങ്കിൾ ഇവിടെ റോഡിനൊരു പ്രശ്നമുണ്ട്. ഉടനെ റിയാസ് അങ്കിൾ അവിടെ ഇരിക്കുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഷൗട്ട് ചെയ്യുന്നു. ഇതിന്റെ വീഡിയോ വരുന്നു. ഉടൻ പരിഹാരം. അതിനുശേഷം കൊല്ലത്തുനിന്ന് ഒരു വിദ്യാർത്ഥിനി, 8ാം ക്ലാസ് വിദ്യാർത്ഥിനി, റിയാസ് അങ്കിൾ ഇവിടെ റോഡിനൊരു പ്രശ്നം, ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നു. വയനാട്ടിൽ നിന്ന് കലിംഗിന്റെ പ്രശ്നവുമായിട്ട് ഒരു വിദ്യാർത്ഥി വിളിക്കുന്നു. റിയാസ് അങ്കിൾ ഉടനെ പരിഹരിക്കുന്നു. ഈ PR ഷോകളെല്ലാം കുറെ നമ്മൾ കണ്ടതാ. PR എക്സൈസിന്റെ ഭാഗമായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരെ കാണുന്നു, മോഹൻലാലിനെ കാണുന്നു, ജയസൂര്യയെ കാണുന്നു. മുഹമ്മദ് റിയാസ് അത്യാവശ്യമായി കാണേണ്ടിയിരുന്നത് ഈ റോഡ് കോൺട്രാക്ടർമാരെയും റോഡ് പണിക്കാരെയും ഒക്കെ ആയിരുന്നു. അത് കാണാത്തതുകൊണ്ടാണ് ഈ അനുഭവം ഇല്ലാണ്ടാകുന്നത്. രാഹുലിനെ കാണാനുള്ള പ്രാപ്തി ആയിട്ടില്ല. മുഹമ്മദ് റിയാസിന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ഒരു MLA ആണ് ഞാൻ എന്ന് സ്ഥാപിക്കുമ്പോൾ താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കുറച്ച് നല്ല എൻട്രി കിട്ടുമായിരിക്കും. അതിനുവേണ്ടി താങ്കൾ വാദിച്ചോ. ഞാൻ വേണമെങ്കിൽ വിനീത വിധേയനായിട്ട് താങ്കൾക്ക് കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരം വേണേ വഴങ്ങിത്തരാം. അപ്പൊ മുഹമ്മദ് റിയാസിന് വേണ്ടി താങ്കൾ അതിശക്തമായി വാദിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ വഴങ്ങിത്തരാം. ഞാൻ വേണമെങ്കിൽ നിർത്തിയും തരാം. താങ്കൾ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിനകത്ത് താങ്കളുടെ എൻട്രി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കും. എനിക്ക് അതിനകത്തൊന്നും പരാതിയൊന്നുമില്ല. അതല്ല, താങ്കളോട് ഞാൻ ആക്ഷേപകരമായ വർത്തമാനം പറഞ്ഞ് ശീലിക്കണ്ട. നിങ്ങൾ ആക്ഷേപകരമായി പറഞ്ഞ് ശീലിച്ചതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്. നിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും കാണണ്ട. താങ്കളോട് ജനാധിപത്യത്തെ പറ്റി ബാധിക്കാത്തത് തെരുവിലൂടെ കയ്യും വെട്ടും കാലും വെട്ടും നട്ടല് വെട്ടി കൊടികെട്ടും. ഷാനി ഭാഷ മാറണമെന്ന് ഞാൻ പറഞ്ഞു. ഇടപെടുന്നതല്ല, ഭാഷ മാറണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഭാഷ മാറിയ തിരിച്ച് ഭാഷ മാറും. അത്രേ ഉള്ളൂ. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. രാഹുലൊക്കെ ശീലിച്ചു പോകുന്ന രീതി അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇങ്ങനെ നടന്ന് അവസാനം രമേശ് ചെന്നിത്തല തള്ളി മറിച്ചിട്ടിട്ട് VD സതീശൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ നേരെ താടി സതീശന്റെ തോളെ കയറി ഇരിക്കുന്ന പണിയാണ് നിങ്ങൾക്കുള്ളത്. പഴയ VS പക്ഷക്കാരൻ കൂടിയാണല്ലോ താങ്കൾ. VS അച്യുതാനന്ദന്റെ മുഖം കാണിച്ച് VS അച്യുതാനന്ദനായിരിക്കും മുഖ്യമന്ത്രി എന്ന ധ്വനി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആ പാവപ്പെട്ട VS അച്യുതാനന്ദനെ മൂലയിൽ ഒതുക്കി കറിവേപ്പിലയാക്കിയ പാർട്ടിയുടെ നേതാവായിട്ടാണ് താങ്കൾ ഈ വന്ന് സംസാരിക്കുന്നത്. താങ്കൾ ആലപ്പുഴ ജില്ലയിൽ ഒരു കാലഘട്ടം മുഴുവൻ G സുധാകരൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവിന്റെ പഴയ പൊതുമരാമത്ത് മന്ത്രി, ഇപ്പൊ താങ്കൾക്ക് അത്ര പത്യമില്ലെന്ന് എനിക്കറിയാം, അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നടന്നയാളാണ്. ആ G സുധാകരനെ സംസ്ഥാന നേതൃത്വം വെട്ടിയപ്പോ ആ വെട്ടാനായിട്ടുള്ള വടി വെച്ചു കൊടുത്ത ആളല്ലേ താങ്കൾ. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ, എന്റെ ആരോപണമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ താങ്കളുടെ പാർട്ടിക്കാരാണ് പോസ്റ്റർ ഒട്ടിച്ചത്. H സലാമെ SDPI കാരാ. മുതലും പലിശ ചേർത്ത് കിട്ടി.